ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ നിന്നിരുന്ന ഹോസ്റ്റൽ ഇതാണ്. എനിക്ക് ക്ലിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ച് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടഫായിരുന്നു താഴെ വരെ എത്താൻ. സോ പകുതി വരെ എത്തി, അവിടെ നിന്ന് തിരിച്ചു വന്നു. കാരണം കുറച്ച് നേരം സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പായിരുന്നു. ഞാനാണെങ്കിൽ അമ്മൂമ്മമാർ നടക്കുന്ന പോലെ നടന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഉണ്ട്, ഞാൻ എന്തായാലും ഇതിലിടാം. ബട്ട് എനിക്ക് അറിഞ്ഞുകൂടത് ഹൊറിസോണലായിട്ട് തന്നെയാണോ വീഡിയോ ഉണ്ടാവുകയെന്ന്. എന്തായാലും ഞാൻ ഇട്ടേക്കാം. സോ അത് കഴിഞ്ഞ് ഇവിടെ റൂമിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് വോമിറ്റിംഗ് പോലെ തോന്നി. അത്രയും ചെയ്തുകൊണ്ടായിരിക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ സ്നോർക്ലിംഗ് പോകാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു. അതിന് വേണ്ടി ഡ്രസ്സൊക്കെ ആക്ച്വലി ചേഞ്ച് ചെയ്തു. ബട്ട് പോകാൻ പറ്റില്ല. അറിയില്ല, 9:30 അവിടെ എത്തണമായിരുന്നു. ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ട്രാവലുണ്ട്. ബട്ട് ഓൾറെഡി 9:30 ആയി. 2 മണിക്ക് തിരിച്ച് ഇനി ഒരു ബോട്ട് കയറിയിട്ടാണ് ഉബുട്ടിലെത്താൻ വേണ്ടിയിട്ട്. സോ അറിയില്ല ഇനി സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. ബട്ട് ലെറ്റ്സ് ട്രൈ. സോ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ആൻഡ് ലൈക്ക് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വി ക്യാൻ കണക്ട് വിത്ത് സോ മെനി പീപ്പിൾസ്. അതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇപ്പം തന്നെ ഈ പുള്ളിനെ പരിചയപ്പെട്ടു. ചൈനീസ് 2 ഗേൾസിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു ഇന്ത്യക്കാരനെ പരിചയപ്പെട്ടു. ഹീ ഈസ് ഓൾസോ ഫ്രം മുംബൈ. ആൻഡ് ഇപ്പം ഒരു ബ്രസീലുള്ള ഒരു ആളെയും കൂടി പരിചയപ്പെട്ടു. ഹീ ഈസ് ഓൾസോ എ ഫുൾ ടൈം ലൈക്ക് ഫോട്ടോഗ്രാഫർ, പൈലറ്റ് ഇൻസ്ട്രക്ടറാണ്. അങ്ങനെ അപ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെടാം. സോ അത്രേ ഉള്ളൂ. ബൈ ബൈ. ഹോസ്റ്റലിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് മൈ യൂട്യൂബ് ചാനൽ. സേ ഹായ്. ഫസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യ ഗേറ്റ് റെസ്റ്റോറൻറ്റിൽ തന്നെ ഇന്നലെ കഴിച്ച പ്ലേസ് തന്നെയാണ്. ഇവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നേരെ സ്നോർക്കലിംഗ് ഇനി ഉണ്ടാവാൻ ചാൻസസ് ഭയങ്കര കുറവാണ്, ഉണ്ടാവില്ല. അപ്പം നേരെ ഇനി ബോട്ട് പോവാ, ഇന്നലത്തെ പോലെ തന്നെ. അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഇവിടെ നിന്ന് പോയി ബോട്ട് ഇനി 2 മണിക്കാണെന്ന് തോന്നുന്നു. ഇവിടെ പോവാം. ബാഗ് ഇട്ടിട്ടിട്ട് ഇവിടെ റെഡിഷായി. അങ്ങനെ നിസപ്പെന്നിയുടെ നിന്ന് പോവാണ്. ബോട്ടിലെത്തി. ഇവിടെ നമ്മൾ മൂടി റെഡിയായി. കാരണം എനിക്ക് പൊട്ടിക്കാനുള്ള ടെൻഡൻസി കൂടി ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ പൊട്ടിച്ചു. സോ ഞാൻ ബോട്ടിൽ കയറി. എല്ലാവരും വരണം. ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വരണം. ഇന്നലെ ബോട്ടിൽ കയറുള്ളൂ. എനിക്ക് എപ്പോഴും കഴിഞ്ഞ വട്ടം കോളേജ് ട്രിപ്പ് ഗോവ പോയപ്പോഴാണെങ്കിലും എപ്പോഴും അതെ, എനിക്കിനി ഐലൻഡിൻ്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എവിടെ പോയാലും എനിക്ക് ഇങ്ങനത്തെ ബീച്ച് ഏരിയാസ് അല്ലെങ്കിൽ ബീച്ച് സൈഡ് പോവുകയാണെങ്കിൽ എനിക്കിങ്ങനെ പിമ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ഇപ്പം ഓൾറെഡി പിമ്പിളും വന്നു, ടാനും വന്നു. അതുകൊണ്ട് പിന്നെ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. ബോട്ടിലിരിക്കുന്നതാണ് മടുപ്പ്. ഇങ്ങനെ കുലിങ്ങി ഒരു ചടപ്പുള്ള പരിപാടിയാണത്. ഇനി ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് ബോട്ട് ത്രൂ ട്രാവലുണ്ട്. അതിനുശേഷം നമ്മൾ ഇന്നലെ കയറിയ പോലെ തന്നെ സെമിനായിക്കിലെത്തും. സെമിനായിക്കിലെത്തിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഉബുട്ടിലേക്ക് പോവുമായിരിക്കും. ഇന്ന് ഫീനിസ് പോകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലെറ്റ് മീ ചെക്ക്. അങ്ങനെ അതാണ് പരിപാടി. കുറേ തലകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. My name is Gunit. Where are you from? I am from India. You're from India? Which part? Huh? Which part? Haryana. Haryana, okay. Seriously, you have a vlog channel. Finally, we reached the destination. നമ്മൾ ഇന്നലെത്തിയ പ്ലേസിൽ തന്നെ എത്തിയ തിരിച്ച്. സോ നൗ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത്രേ ഉള്ളൂ.